ടോപ്പ് സിംഗറിലെ ഫാമിലി റൗണ്ട് വരാൻ പോവാണ്. എല്ലാവരും ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ഫാമിലിയാണ് വരാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞുമണി ആൻസറക്കുട്ടിയും ഫാമിലിയും ആണ്. വെൽക്കം ആൻസറക്കുട്ടി ആൻഡ് ഫാമിലി ഓൺ സ്റ്റേജ്. ഹലോ ഹലോ ഹായ് ആൻസറക്കുട്ടി. പൊന്നോ എന്റെ പൊന്നേ, എനിക്ക് വയ്യ. മുടക്കില്ലേ നല്ല നല്ല ഇതായിരുന്നു, നല്ല നല്ല ഗ്യാസ് ആയിരുന്നു അല്ലേ റിമി ആന്റി? പിന്നെ പരിപ്പോടെ ഒരു പാട്ട് പാടി. ഞങ്ങൾക്ക് എത്ര പരിപ്പോടെ സൂകിയന് ഉണ്ടംപോരി പപ്പടപ്പൊളി എന്ന് പറഞ്ഞു ഇങ്ങനെ എന്റെ ശോ, പൊന്നോ, ഞാൻ മിസ് ചെയ്തല്ലോ എന്റെ മക്കളെ. ആ സുഖീനൊക്കെ കുറച്ച് വച്ചൂടായിരുന്നോ? ഏത് പാട്ടാ പാടി? രാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ അപ്പൊ നമ്മൾ സെലിബ്രേഷൻ ഇത് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോ എല്ലാവർക്കും സന്തോഷം വരില്ലേ? പിന്നെ തീർച്ചയായിട്ടും. എന്റെ മേത്തൊക്കെ മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയാണല്ലേ? അതാ അത് ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേർക്ക് ഇവിടെ കണ്ണ് നോക്കുമ്പോ അത് കാണുന്നില്ല കേട്ടോ. അത് കാണുന്നില്ല. മോളെ ആ പാവാട ഇങ്ങനെ ഒന്ന് പിടിച്ച ഇങ്ങനെ ആക്കിക്കേ. ഒന്നും പോ അങ്ങനെയല്ല. കാണാനല്ല പറഞ്ഞേ, അവിടെ പൊക്കാന്ന കൊച്ചോർത്ത്. അയ്യേ വേണ്ട. മക്കളെ ഡീറ്റെയിൽസ് അറിയോ? മ്യൂസിക് ജെറി അമൽദേവ് സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, ഓക്കെ. ആൻഡ് സിംഗേഴ്സ് യേശുദാസ് സാർ ആൻഡ് കെ എസ് ചിത്രാമ. സിനിമ സിനിമയുടെ പേര് നോക്കത്ത ദുരിത്ത് കണ്ടെന്നൊക്കെ. ഇടുക്കി സിനിമയുടെ ഇയർ 1985 കൈവാന്ന് വെച്ചത് ഡിസംബറിലായിരിക്കും, ചിലപ്പോ 31 ഇറങ്ങിയ പടമായിരിക്കും. 84 ഇറങ്ങിയോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അത് 86 എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അന്നെന്ത് എനിക്ക് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ആ സംവിധായകനും പ്രൊഡ്യൂസറൊക്കെ ഇത് അവർക്ക് ചിലപ്പോ കുഴപ്പമുണ്ടാവും. എന്തായാലും പടം ഇറങ്ങിയല്ലോ, അതെ, പാട്ടും ഇറങ്ങിയല്ലോ, പാട്ടൊക്കെ പഠിച്ചല്ലോ. നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ വിളിക്കും എല്ലാരും വിളിക്കൂ. കമ്പിത്തിരി കത്തിക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പതിരോ കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊരിയോ ഉള്ളിന്റെ ഉള്ളിൽ തര
ആഹാ. ആ ശാബാഷ്, 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 സൂപ്പർ. സൂപ്പർ. ഉറങ്ങിപ്പോയുടെ ചക്കര. ആൻസർ കുട്ടി ആ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫീല്. കാരണം പാട്ടും പിന്നെ നിങ്ങളുടെ മൂമെന്റ്സും പിന്നെ എന്താ അമ്മ ഡാൻസ് തകർത്തൂടെ. രണ്ടുപേരും അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെ. അത് ത്രൂ ഔട്ട് ഇത്രയും ഡാൻസ് ചെയ്യണമെങ്കിൽ നല്ല സ്റ്റാമിന വേണം. എന്നാലും പിന്നെ ലാസ്റ്റിൽ മുട്ടുകുത്തിയും കൂടെ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാ. നന്നായിരുന്നു. പള്ളിയിലെ ശരിക്കുള്ള അച്ഛനാണോ മോളുടെ അച്ഛനാണോ? അച്ഛനാ പക്ഷെ മോളുടെ നമ്മള് കാണുന്ന കേട്ടോ. അപ്പം ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആൻസറുടെ മദർ. ഞാൻ അൻസറുടെ ഡാഡി, പേര് റനീഷ്. ഇതുവരെ ഇവിടെ വന്നിട്ടില്ലേ? അതോ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ 2-3 ഷെഡ്യൂളിൽ വന്നിട്ടുണ്ട്. ആദ്യമേ ഫസ്റ്റ് ഷെഡ്യൂൾ. എന്ത് ചെയ്യുന്നു? ഞാൻ അബുദാബിയിലാണ്. ആഹാ. ഒരു ഹോസ്പിറ്റലിലാണ്, NMC ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. അതിലൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുവാണ്. വെരി ഗുഡ്. ആൻസറുടെ അമ്മാമ്മ. അതേപോലെ വേഷമൊക്കെ ഇട്ട് വന്നിരിക്കുക സിനിമയിലുള്ളതുപോലെ. അതെ, അതെ. അതൊക്കെ തയ്പ്പിച്ചെടുത്താന്ന് തോന്നുന്നു അല്ലേ? നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. ഞാൻ ആൻസറുടെ അമ്മാമ്മയുടെ ബ്രദറിന്റെ മോളാണ്. ഓക്കേ. ചാന്ദിനി എന്നാണ് പേര്. ഓക്കെ. ഞാൻ ആൻസറുടെ മാമൻ ആമൻ. എബിൻ. എബിൻ. ആൻസറുടെ കസിനാണ് ജോസഫ് എന്നാണ്. ആൻസറുടെ കസിൻ തന്നെയാണ് അമ്മീസ് അഗസ്റ്റിൻ. മോള് നന്നായിട്ട് പാടി കേട്ടാ. സൂപ്പറായിട്ട് പാടി. പിന്നെ ഈ നാഥൻ എന്നുള്ള നാഥൻ എന്നല്ല നാഥൻ. ഒരുപാട് അടിക്കണ്ട, ചില്ലറ അടി അടിച്ചാ മതി. നാഥൻ. അതുപോലെ ഈ മഴവിൽ കൊടികൾ ഗോപുരം അതൊന്ന് പാടാം. ആ ഒരൊറ്റ ലൈൻ. ഈ നക്ഷത്രക്കുന്നിൽ ഈ പുൽക്കുടിലിനുള്ളിൽ മഴവിൽ കൊടികൾ മണിഗോപുരമിട്ടൊരു മച്ചകമേടേതിൽ. ഓടരുത്. മച്ചകമേടയിൽ വരുമ്പോഴത്തേക്ക് മോള് കുറച്ച് റഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താലപ്പൊലിയോ ആ പോർഷനിലും കുറച്ച് റഷ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നന്നായിരുന്നു കേട്ടോ. ടോട്ടലി ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, എക്സലന്റ്. കാരണം എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു എന്താണ് ഒരു കൂൾ എഫക്ട്. ഇവിടെ ഒരാൾ ഉറങ്ങി. ഉറക്കക്കാരി പറയൂ. അതെങ്ങനെ ഉറങ്ങാതിരിക്കും? ഇതൊക്കെ എടുത്തോ? എന്നാ കിടന്ന് ഊഞ്ഞാലയിൽ അടി ഉറങ്ങിക്കാം. വേണ്ട, എനിക്ക് ആൻസർ കുട്ടിയുടെ മടി കിടന്നുറങ്ങണം. ഞാൻ ഇടയ്ക്ക് കുട്ടിമണിയുടെ മടിയിൽ കിടക്കും. അയ്യോ, ഞാൻ കുഞ്ഞുവാവയാണ്. അപ്പൊ അവളുടെ കുഞ്ഞി കൈ ഇങ്ങനെ തലോട് നമ്മളെ. അയ്യോ. അയ്യോ. എന്നിട്ട് Feather പുറത്തിങ്ങനെ touch. എന്നിട്ട് പുറത്തിങ്ങനെ ഒരു എൻ്റെ തട്ട്. അമ്മോ. അതൊരു സുഖ. ഈ ഉണ്ണീശയൊക്കെ അയ്യോടാ. ഭയങ്കര രസം അവരുടെ ഒരു ഇത്. ഇമേലിനെ കൊണ്ട് ഞാൻ തോറ്റു. പരീക്ഷ തോറ്റോ നീ? ഏയ്, ഞാനൊന്നും അല്ല, ഞാനൊക്കെ ജയിച്ച്. പക്ഷെ ഇവിടെ എല്ലാരും പറയുന്നത് തോറ്റേന് ചെലവ് ചെയ്തെന്നൊക്കെ കേട്ടു. ശരിയാണ്. ഒന്ന് പോയേ. അതെ, എങ്ങനെ ഉറങ്ങാതിരിക്കാ? എന്നാ പാടിയത് ലാസ്റ്റ്? ശാന്തമാ യാമിനി ടൂരുരു, 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 ടൂരുരു. ഇതില്ല. എണീപ്പിക്ക് ലാസ്റ്റ് വല്ലാത്ത നമ്മള് തട്ടി ഉണർത്ത്. ഇങ്ങോട്ട് വീഴല്ലേ? എല്ലാ ആൻസർ കുട്ടി കാരണം ഒറ്റ കാരണം ആൻസർ കുട്ടിയാണ് എന്നെ ഉറക്കിയത്. അയ്യോ, ഈ പാട്ട് എന്ത് രസമല്ല. തിരിപ്പും ചിരിച്ചപ്പോ നദിയ മൊയ്തു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിലെ ആ സിനിമയും ഈ പാട്ടും അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മളിപ്പോ ഈ പാട്ടിലൂടെ കണ്ടു. ആൻസറുടെ അമ്മയിൽ നിന്ന് ഇതുപോലെ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആൻസറുടെ അമ്മ ഒരൊറ്റ ഒരുത്തിയാണ് ആ കൊച്ചിന്റെ പാട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാനുള്ള കാരണം. ഇനി മോള് പാടുമ്പോ അമ്മയെ കൊണ്ട് കളിപ്പിക്കരുത്, കാരണം മോളുടെ പാട്ട് ശ്രദ്ധിക്കുന്നില്ലെന്ന്. അമ്മ കിടിലൻ ഡാൻസ് അല്ലായിരുന്നു അവിടെ. പകുതി മാർക്ക് അമ്മ കൊണ്ടുപോയി. മാർക്ക് ഇന്ന് ഇല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ അല്ല, അച്ഛൻ ആ കുരിശൊക്കെ വരയ്ക്കാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു ഡിവൈനായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര രസമായിരുന്നു. ദൃശ്യഭംഗിയും ശ്രവണഭംഗിയും ചേർന്ന് വന്നു. അവള് മോള് നന്നായിട്ട് പാടി. അതിന്റെ ഇടയ്ക്കാണേലും ആ ചെറിയ സ്റ്റെപ്സ് ഒക്കെ അവള് കറക്റ്റ് ആയിട്ട് ചെയ്തു. രസകരമായിട്ട്. ആ എന്തൊരു ഡെഡിക്കേഷൻ നിങ്ങളുടെ ഫാമിലിക്ക് അല്ലേ? അതെ. അയ്യോ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ആൻസർക്ക് ഇന്ന് മാർക്ക് ഇല്ല. പറ്റിച്ച് ക്രിസ്മസ് ആണെന്നും പറഞ്ഞു. ക്രിസ്മസ് അല്ലാത്ത സമയത്ത് ക്രിസ്മസ് പാട്ട് പാടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അത് സത്യം കേട്ടോ. ചോദിച്ചു വാങ്ങിയതല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. മാർക്ക് മോടെ അമ്മയ്ക്ക് കൊടുക്കാം. വേണ്ട വേണ്ട അത്രേ ഉള്ളൂ. വേണ്ട വേണ്ട വേണ്ട. എന്തായാലും today we are giving you 99 out of 100. And your answer of the കണ്ണിനും കാതിനും നല്ല സുഖമുണ്ടായിരുന്നു. അത്ര തന്നെ. എല്ലാവർക്കും ഇത് നല്ലൊരു
അനുഭവമായിരിക്കും. അതെ. താങ്ക് യു. നമ്മളെ പോലെ തന്നെ അപ്പൊ നമ്മുടെ പ്രേക്ഷകരും ഇതൊക്കെ എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും കാണും. അതുവരെ Bye bye. bye.